ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. നോക്കൂ, ഞാൻ ആദ്യമായിട്ടാണ് ലോക്കി കൃഷി ചെയ്യുന്നത്. ഒറ്റ ചെടിയേ ഉള്ളൂ. അതിൽ ഇന്ന് ആദ്യത്തെ പൂവ് വിരിഞ്ഞിരിക്കുന്നു. ഇത് ആക്ച്വലി മെയിൽ ഫ്ലവറാണ്. ഇത് മെയിൽ ഫ്ലവറാണ്. അപ്പോൾ എനിക്ക് കുറേ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കണ്ടിട്ട് എനിക്ക് മെയിലായിട്ടാണ് തോന്നുന്നത്. അതിൽ ഞാൻ മുറിച്ച് കളയുന്നില്ല. പൂത്ത് ഒരു ഫീമെയിൽ ഫ്ലവർ കണ്ടു കഴിഞ്ഞിട്ടേ ഞാൻ കളയുന്നുള്ളൂ. അപ്പം നോക്കിയേ, ഇതിൻ്റെ താഴെ ആദ്യം കുറച്ച് മുട്ടുകൾ വന്നിരുന്നു. അത് ഞാൻ മുട്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ മുറിച്ച് കളഞ്ഞു. തീരെ കുഞ്ഞു ചെടിയായിരുന്നപ്പം. ഇപ്പോൾ ചെടി നല്ല ഉഷാറായിട്ട് വളർന്നു വന്നു. അപ്പോൾ ഇതിനി നമുക്കിതിലൊരു ലോക്കി ഉണ്ടാകുന്നത് വളരെ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും കാണുമല്ലോ ആകാംക്ഷ, അല്ലേ? അപ്പം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്യുക്കമ്പർ ഒരു രക്ഷയില്ല, ഇഷ്ടം പോലെ കായാണ്. അതായത് ഓരോ ഇലയുടെയും രണ്ട് സൈഡിലേക്കും കാകൾ വന്ന് കിടക്കുവാണ്. ഇതിലിപ്പം ആദ്യമൊക്കെ ഇതിനും വന്നിരുന്നത് മെയിൽ ഫ്ലവർ ആയിരുന്നു. പക്ഷേ ഉടനെ തന്നെ ഒരു 2-3 സെറ്റ് മെയിൽ ഫ്ലവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫീമെയിൽ ഫ്ലവേഴ്സ് ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. ഇതുണ്ടോ, ആദ്യത്തെ ഒരാൾ അത്യാവശ്യം വലുപ്പം വെച്ച് നിൽക്കുന്നുണ്ടോ? അങ്ങനെ രണ്ട് സൈഡിലേക്കും ഉണ്ട് കേട്ടോ. ഇതിനൊന്നും ഞാൻ പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല. ആകെ കൂടി 2 കൊങ്ങിണി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൽ അത്യാവശ്യം മെയിൽ ഫ്ലവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഹണി ബിയേയും തുമ്പിയേയും ബട്ടർഫ്ലൈയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ പോളിനേഷൻ ചെയ്ത് കൊടുക്കാനൊന്നും അത്രയും മെനക്കെടുന്നില്ല. അതിനെനിക്കൊട്ട് സമയവും കിട്ടാറില്ല. വന്ന് ഡെയിലി ഇവരെ നോക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് പാട്ടൊക്കെ കേൾപ്പിച്ച് പോകാമെന്നുള്ളതല്ലാതെ പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ടാണ് ഈ കൊങ്ങിണി കുഴിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ കുറേ ഹെയിലൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ കൊങ്ങിണിക്ക് ഒരു ഉഷാറില്ലാണ്ടായി. അത് ഇതിൻ്റെ ഇടയ്ക്കുമായിപ്പോയി, തിങ്ങി നിൽക്കുവാണ്. പക്ഷേ ഇത് മതിയാവും എന്ന് തോന്നുന്നു. അവിടെ എല്ലാം ഉണ്ട് നമ്മുടെ ക്യുക്കമ്പർ. വെച്ചാൽ ഇത് ടൊമാറ്റോ വന്നപ്പോൾ അതിനെ കവർ ചെയ്തിങ്ങി പോകുന്നതാണ്. ടൊമാറ്റോയുടെ കാര്യം ഇനി 2 ദിവസം മുമ്പേ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റിലെല്ലാവരും കൂടെ പെടന്ന് ബോധം കെട്ട് വീണ്. ഞാൻ ഇല തിങ്ങി നിന്നപ്പം കാറ്റ് വന്നാൽ അവർ അനങ്ങത്തില്ലായിരുന്നേ. പക്ഷേ ഞാൻ ഇല ഒത്തിരി മുറിച്ച് കളഞ്ഞതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനിടയായി. ഈ വീഡിയോ ആണ് എൻ്റെ ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ ഈ പൂന്ന് രാവിലെ കണ്ട ഉടനെ എടുത്തതാണ്. അപ്പം ഇതിൻ്റെ ഫീമെയിൽ ഫ്ലവറിനെ ഉടനെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരെയും കാണിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ, ബൈ ബൈ, സീ യു.